CPM-നുള്ളിൽ ആഭ്യന്തര കലാപം ഉണ്ടാകുന്നുണ്ടോ? CPM-നകത്ത് ഈ നിലമ്പൂർ ഇലക്ഷന് ശേഷമല്ലേ ഈ ആഭ്യന്തര കലാപം എന്ന് പ്രതിത ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് അല്ലേ? അതെ. അതായത് CPM-നകത്ത് ആഭ്യന്തര കലാപം എന്നല്ല, CPM-നകത്ത് ഇപ്പോൾ ഒരു ചർച്ചകൾ സജീവമാണ്. കാര്യം CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഏറ്റവും അടുത്ത് തന്നെ കൂടുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ഒരു 2 ദിവസം മുമ്പേ തന്നെ പറഞ്ഞിരുന്നു, ഈ തോൽവിയുടെ അടിസ്ഥാനത്തിൽ CPM-ന്റെ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ സംസ്ഥാന സമിതി കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ളത്, CPM ഇത്തരത്തിൽ നിലമ്പൂർ ഇലക്ഷനെ നേരിടുന്നതിന് മുന്നേ തന്നെ ആ ഏരിയയിലെ അംഗമായ M സ്വരാജിനെ ഏൽപ്പിച്ചിരുന്നു. അവിടുത്തെ അംഗമായ ആ നാട്ടുകാരനായ M സ്വരാജിനെ ഈ കാര്യങ്ങൾ പഠിക്കാനായി ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ M സ്വരാജ് അവിടെ പഠിച്ചിട്ട് പാർട്ടിക്ക് നൽകിയ ഒരു ചിത്രം അങ്ങനെ ഈസി ആയിട്ട് ജയിച്ചു കയറാൻ കഴിയില്ല. പാർട്ടി ചിഹ്നത്തിൽ തന്നെ അവിടെ ഒരാളെ നിർത്തിയാലും ജയിക്കില്ല. കാര്യം നിലമ്പൂർ ഒരിക്കലും CPM എന്ന് പറയുന്ന പാർട്ടിയെ 2 കൈയും നീട്ടി സ്വീകരിച്ച സ്ഥലമല്ല. കാര്യം കുറച്ച് മലയോര കർഷകർ, പിന്നെ അല്ലാതെ തന്നെ ഹിന്ദുക്കള്, ക്രിസ്ത്യൻസ്, ഇങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന ഒരു സ്ഥലമാണ്. മലപ്പുറത്ത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, പക്ക മുസ്ലിംസ് മാത്രമുള്ള സ്ഥലമല്ല. അങ്ങനെ അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടിൽ പാർട്ടി ചിഹ്നത്തിൽ അവിടെ ആരെയും നിർത്തിയാൽ ജയിക്കില്ല. 2, അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടിൽ ഒരു സ്വതന്ത്രനെ നിർത്തുന്നതായിരിക്കും നല്ലത് എന്നാണ് കൊടുത്തിരുന്നത്. അപ്പോൾ പിന്നെ എന്തിന് M സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി? അതവിടെ ഒരു ചോദ്യം വരും. M സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ അദ്ദേഹത്തിന് ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ സൗഹൃദങ്ങളോട്, പാർട്ടിയിലെ സൗഹൃദങ്ങളോട് പറഞ്ഞതായി പറയപ്പെടുന്നുണ്ട്. M സ്വരാജ് പറഞ്ഞത് വസിഫിനെ മത്സരിപ്പിക്കണമെന്നാണ്. വസിഫ് എന്ന് പറഞ്ഞിട്ട് DYFIയുടെ അഖിലേന്ത്യാ നേതാവ്. വസിഫിന്റെ പേരാണ് അദ്ദേഹം പാർട്ടി കാൻഡിഡേറ്റിനെ നിർത്തുകയാണ് എന്നുണ്ടെങ്കിൽ, ചുറ്റിക, അരിവാൾ, നക്ഷത്രം ചിഹ്നത്തിൽ പാർട്ടി മത്സരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വസിഫിന്റെ പേരാണ് അദ്ദേഹം കൊടുത്തിരുന്നത്. വസിഫിന്റെ പേര് പാർട്ടി പരിഗണിച്ചില്ല. വസിഫിനെ പരിഗണിക്കാതെ M സ്വരാജിനെ തന്നെ പരിഗണിച്ചു. എന്നിട്ട് രണ്ടാമത് പാർട്ടി അവിടെ കാണിച്ച 1-2 തെറ്റുകൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് സ്ട്രെങ്ത് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണം വടകര പോലുള്ള സ്ഥലങ്ങൾ, അവിടെയൊക്കെ കയറി ചുമ്മാ പോയാൽ മതി. ഒരു നോട്ടീസ് കൊടുത്തിട്ടിട്ട് അച്ഛനോട് പറഞ്ഞേക്ക് മക്കളെ, അവിടെ മോള് കാണും, അല്ലെങ്കിൽ വേറെ ഭാര്യ കാണും, അതെ ഏട്ടനോട് പറഞ്ഞേക്കിട്ടോ ഞങ്ങൾ വന്നിട്ട് പോയെന്ന്. സ്ഥാനാർത്ഥി ഉണ്ടാവില്ല, നമ്മുടെ ബൂത്തിലെ ബ്രാഞ്ചിലെ ആരെങ്കിലും കയറിക്കൊണ്ട് അങ്ങനെ ഒരു തണുത്ത പ്രചരണമാണ് ഉണ്ടായത്. അത് പാർട്ടിയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് M സ്വരാജ് തന്നെ പാർട്ടിക്കകത്ത് സംസാരിച്ചായിട്ടും പറയുന്നത്. അപ്പോൾ M സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെ MV ഗോവിന്ദനും ഈ പറയുന്ന വിജയരാഘവൻ എന്ന മലപ്പുറത്തുകാരൻ എന്തെന്നറിയില്ല, ഏതെന്നറിയില്ല, എവിടെ സംസാരിക്കണമെന്നറിയാത്ത രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് വിജയരാഘവൻ. നമ്മൾ തന്നെ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ഒരു ബ്രേക്കില്ലാത്ത സംസാരമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ മറ്റൊരു തരം, അദ്ദേഹം ഈ ഒരു തരം. പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. അത് ആലോചിക്കണം. പാർട്ടിയുടെ പരമോന്നത പദവിയാണ് പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്നത്. പോളിറ്റ് ബ്യൂറോ അംഗമാണ്. അപ്പോൾ അതൊരു ഘടകം. 2, വോട്ടെടുപ്പിന്റെ തലേ ദിവസമുള്ള പരാമർശം. വോട്ടെടുപ്പിന്റെ തലേ ദിവസം പിന്നെ RSS, ഇന്നിപ്പോൾ നമ്മൾ അത് പറയുമ്പോൾ, ഇന്ന് നമ്മളെ പറയുന്ന അടിയന്തരാവസ്ഥയുടെ വാർഷികം ആഘോഷിക്കുന്ന ദിവസം. 50ാം വാർഷികം. അടിയന്തരാവസ്ഥ RSSന്റെ ആ ഒരു ബാന്ധവം പറഞ്ഞത് മാത്രമാണ് ഇതിനെ ബാധിച്ചിട്ടുള്ളത്. അല്ല, അത് അല്ല, വർഗീയ ശക്തികൾക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന CPM ഒരു വേള ഇത്തരത്തിൽ സംസാരിക്കുമ്പോൾ അത് തെറ്റ് തന്നെയാണ്. കാര്യം ഇപ്പൊ ഉദാഹരണം പറയാം, ജമാഅത്ത് അവരുടെ കൂടെ ഉണ്ട്, ജമാഅത്ത് അവരുടെ കൂടെ വന്നിട്ടുണ്ട്. ഇപ്പൊ ലീഗിന് അതൊരു കടിയാണ്. ജമാഅത്തും ഈ ജയത്തിന്റെ ക്രെഡിറ്റ് കൊണ്ടുപോകും. ലീഗ് പണിയെടുത്തിട്ടാണ് ഇവിടെ കോൺഗ്രസ് ജയിച്ചിരിക്കുന്നത്, അത് വേറൊരു സത്യം. അപ്പോൾ ജമാഅത്ത് കൂടെ ഈ ക്രെഡിറ്റ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന അവസരത്തിൽ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു തോൽവിയാവുമ്പോൾ തോൽവിക്ക് എല്ലാ കാര്യങ്ങളും പരിശോധിക്കേണ്ടി വരും. വെൽഫെയർ പാർട്ടി ഇന്ന് അവരുടെ പത്രസമ്മേളനം നടത്താൻ പോവുകയാണ്. ജമാഅത്ത് പോലെ തന്നെ വെൽഫെയർ പാർട്ടി ഉണ്ട്, മുസ്ലിം വെൽഫെയർ പാർട്ടി, അവരും ഇതിനകത്ത് UDF-ലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ജയം വന്നു കഴിയുമ്പോൾ എല്ലാവരും അതിൻ്റെ ക്രെഡിറ്റ്, അല്ല എല്ലാ തെറ്റുകളും, ക്രെഡിറ്റിനേക്കാൾ ഉപരി ഇപ്പോൾ CPM-ന്റെ കഥയും നമ്മൾ പറയുമ്പോൾ തെറ്റുകൾ എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടി വരും. അവിടെ തെറ്റ് ആദ്യം സ്ഥാനാർത്ഥി തന്നെ പറയുന്നു തനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല എന്ന്. അങ്ങനെ പറയുമ്പോൾ തനിക്ക് ആഗ്രഹമില്ലാതെ ഒരാൾ മത്സരിക്കുമ്പോൾ, നമുക്ക് ഒരു ചെറിയ ഉദാഹരണം, കഴിക്കാൻ ആഗ്രഹമില്ല, കഴിക്കാൻ ഒട്ടും ഇഷ്ടമില്ല, ഒരു ആഹാര സാധനം നമ്മളെ കൈ കൊണ്ട് തന്നു, നമ്മളത് എങ്ങനെ കഴിക്കും? വേണം വേണ്ടാതെയും
കുറച്ച് കഴിക്കും, എടാ വേണമെന്ന് ചോദിക്കും, ആരുടെങ്കിലും കൊണ്ടു കിടക്കും, അതങ്ങ് തീർക്കാനേ നോക്കുള്ളൂ. അങ്ങനെ ഒരാൾ സ്ഥാനാർത്ഥിയാവുക, വോട്ട് തേടി പോവുക, ആൾക്കാരോട് വോട്ട് ചെയ്യുക, വോട്ട് ചോദിക്കുക, പറയാനുള്ളത് പറയുക, അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിന്ന് വരേണ്ട പ്രവൃത്തികളാണ്. അത് ഒരാളെ കൊണ്ട് നമ്മൾ ഇഞ്ചക്ട് ചെയ്ത് ചെയ്യിക്കേണ്ടതല്ല. പക്ഷെ പാർട്ടി പറഞ്ഞാൽ നിൽക്കുക എന്നുള്ളതൊരു അവിടെയാണ് എം സ്വരാജ് പറഞ്ഞത്, പാർട്ടി പറയുന്നത് ഞാൻ അനുസരിച്ചു. ഈ തോൽവിയിലും അദ്ദേഹത്തിനെ പഠിപ്പിക്കാൻ പദശകലങ്ങളൊന്നും പ്രത്യേകം കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം പദശകലങ്ങളുടെ സമ്പത്തുള്ള ആളാണ്, അറിയാമല്ലോ. ഇത്രയും അധികം അദ്ദേഹം ഒരു വാഗ്മിയായ എഴുത്തുകാരനാണെന്ന് പറഞ്ഞു പുകഴ്ത്തി അദ്ദേഹം ഒരു ഭയങ്കര വാഗ്മിയായ എഴുത്തുകാരനാണ്. അദ്ദേഹം കൊണ്ട് സാഹിത്യകാരന്മാരൊക്കെ ഇറക്കി. അപ്പോഴാണ് ജയശങ്കർ സാറ് പറഞ്ഞത്, നിങ്ങൾക്കറിയില്ല, രാഷ്ട്രീയക്കാർ ഇങ്ങനെ പറയണമെങ്കിൽ ആ പറയുന്നതേ ഉള്ളൂ, മറ്റതൊക്കെ ലോകവിഷങ്ങളാണ്. സാഹിത്യകാരൻ എന്ന് പറയുന്നത് ലോകവിഷങ്ങളാണ്. ആ വിഷങ്ങൾ എനിക്ക് അദ്ദേഹം ചിരിച്ചു പോയി അറിയാതെ. അപ്പൊ അതുകൊണ്ട് അവിടെ ഇഷ്ടമാണെങ്കിൽ മാത്രം പാർട്ടി പറഞ്ഞാലും നമുക്കൊരു സ്വയം ബോധ്യം വേണ്ടേ? ഇപ്പൊ എത്രയോ പേരുണ്ട്. ഇപ്പൊ നയനാര് ജീവിച്ചിരിക്കുന്ന സമയത്ത് നയനാർ ഒരു വേള VS-നെ മുഖ്യമന്ത്രി ആക്കണമെന്ന് പാർട്ടി തീരുമാനിച്ച് മത്സരിപ്പിച്ച് മാരാർക്കുളത്ത് തോൽപ്പിച്ച് കൈ കൊടുത്തു. ആര്? VS-നെ. എന്നിട്ട് അന്ന് നയനാർ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. നയനാർ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അവിടെ വേറൊരു രാഷ്ട്രീയം കളിച്ച് അദ്ദേഹത്തിനെ കൊണ്ട് മത്സരിപ്പിച്ചു VS. എന്നിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് പിന്നെ തൃക്കരിപ്പൂരിൽ നിന്ന് അദ്ദേഹം ജയിച്ചു. അപ്പൊ അതൊക്കെ അത് പറയുന്ന പോലെ പാർട്ടി ഉണ്ടാവും, രാഷ്ട്രീയം ഉണ്ടാവും ഒക്കെ എന്നതിനേക്കാൾ ഉപരി നമുക്ക് ചില വ്യക്തിപരമായ ചില കാര്യങ്ങൾ കൂടെ ഉണ്ട്. അയ്യപ്പദാസിന് ഇഷ്ടമുണ്ടെങ്കിൽ അയ്യപ്പദാസ് ആ ഷർട്ട് അന്നത്തെ ദിവസം ഇടുള്ളൂ, ഇല്ലെങ്കിൽ ആ ഷർട്ട് അയൺ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഞാനങ്ങ് മാറ്റി വെക്കും. പക്ഷെ പാർട്ടി അച്ചടക്കം എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ. അച്ചടക്കം പാലിച്ചതിന്റെ ഇതാണ് എം സ്വരാജിന് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ആകെ ഒരു പിൻബലം. അച്ചടക്കം പാലിച്ചിരിക്കുന്നു എം സ്വരാജ്. പിന്നെ സഖാവ് പിണറായി വിജയൻ പറഞ്ഞു മത്സരിച്ചു, നല്ല ഭംഗിയായിട്ട് തോറ്റു. അപ്പോൾ ഇപ്പോൾ വീണ്ടും 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 വർഗീയ കക്ഷികൾ എന്തിനാണ് ഇവർ പറയുന്നത്? വർഗീയ കക്ഷികളുടെ ഇതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മുസ്ലിം വോട്ട് എന്ന് പറയുന്ന സാധനം ഇവർക്ക് കിട്ടിയപ്പോൾ ഇവർക്ക് കിട്ടിയിരുന്നില്ലേ? കിട്ടാത്ത മുതൽ പുളിക്കൂ. ഇവർ വോട്ട് വാങ്ങിച്ചിട്ടുള്ളവരല്ലേ? എത്രയോ കാലങ്ങളായിട്ട് CPM ആ വോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ എന്താ പുളിക്കുന്ന? ഇപ്പോഴും ഇല്ലാതൊന്നുമില്ലല്ലോ. അപ്പൊ ഇപ്പൊ എന്താ പുളിക്കുന്ന? അപ്പൊ അത് കിട്ടാത്ത മുന്തിരി പുളിക്കുക എന്ന ഡയലോഗ് ഗോവിന്ദൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഗോവിന്ദനെതിരെ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാകാൻ താല്പര്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പാർട്ടിക്കകത്ത് ചർച്ചയാവും. CPM-ന്റെ സംസ്ഥാന സമിതി കൂടും, പിന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടും. പിന്നെ രണ്ടാമതൊരു കാര്യം, നമ്മളിവിടെ സംസാരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, മലപ്പുറത്തേക്ക് നമ്മുടെ സഖാക്കളേക്ക് വിളിക്കുമ്പോൾ ഒരു ശ്മശാന മൂകതയാണ് ഈ പറയുന്ന ബൂത്തുകളിലൊക്കെ തന്നെ ഉള്ളത്. ആർക്കും തന്നെ താല്പര്യമില്ല, പാർട്ടിക്കകത്ത് ആർക്കും തന്നെ താല്പര്യമില്ല എം സ്വരാജിന് വേണ്ടി വോട്ട് ചോദിച്ചു പോകാനായി. കാര്യം എം സ്വരാജ് അത്ര അഭിമതനല്ല. അദ്ദേഹം ആ നാട്ടിൽ അഭിമതനല്ല. അത് വെളിവാക്കേണ്ടത് പാർട്ടിയുടെയും കൂടെ ആവശ്യമായിരുന്നു. രണ്ട് ഭരണവിരുദ്ധ വികാരം പിണറായിക്കെതിരെ വേണ്ടത് CPM-ന്റെ ആവശ്യമായിരുന്നു. അതിവിടെ പ്രകടമായിട്ടുണ്ട്. അല്ല, ഈ തോപ്പിച്ച് കൈ കൊടുത്തില്ലേ, പിന്നെ എന്താ വേണം? 11,000 വോട്ട്. പിന്നെ അൻവർക്ക് കിട്ടിയ 19,000 വോട്ട് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം, 19-20,000-ത്തിനടുത്ത് വരുന്ന വോട്ടെന്ന് പറയുന്നതിൽ 10,000 വോട്ടെങ്കിലും പാർട്ടി അനുഭാവികളുടെ വോട്ട് കാണും. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടി കിട്ടുന്ന ഭൂരിപക്ഷം എന്ന് പറയുന്ന പാർട്ടികളുടെ വോട്ടല്ല. ഇതിലൊന്നും അല്ലാതെയുള്ള ചില വോട്ടുകളുണ്ട്, തെന്നി മാറിപ്പോകുന്ന വോട്ടുകൾ. ആ വോട്ടുകളുടെ ജയമാണ് ജയം എന്ന് പറയുന്നത്. ആ ജയമാണ് ഇവിടെ മാറിപ്പോയത്. ആ ജയം മാറിപ്പോയതിൻ്റെതാണ് അൻവറിന് മാറിപ്പോയത്. അതാണ് കോൺഗ്രസ് ഈ ബലം പിടിക്കുന്നത്. ഞങ്ങളുടെ വോട്ടല്ല പോയത്, ഞങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടി എന്ന് പറയുന്നത്. അത് തെറ്റാണ്. അത് കോൺഗ്രസ് പറയുന്നതും തെറ്റാണ്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഈ മണ്ഡലം പഠിക്കാനായി ഏൽപ്പിച്ച എം സ്വരാജ് പോയി കണ്ടിട്ട് പറഞ്ഞത്, എനിക്ക് താല്പര്യമില്ല, ഞാൻ മത്സരിക്കാൻ തയ്യാറല്ല. പാർട്ടി ഒരു വേള നിർത്താൻ, അങ്ങനെ അരിവാളും പാർട്ടിയുടെ തന്നെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ചുറ്റിക അരിവാൾ നക്ഷത്രത്തിൽ വസീഫിനെ മത്സരിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു സ്വതന്ത്രനെ കണ്ടെത്തുക.